നമസ്കാരം. നിങ്ങൾ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഒറ്റപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് ജഡ്ജ്മെൻറ്റ് എന്ന കാർഡാണ്. രണ്ടാമത്തത് ദ മജീഷ്യൻ. മൂന്നാമത്തെ കാർഡ് ദ ഫൂൾ എന്ന കാർഡാണ്. നിങ്ങളുടെ ജീവിതം ഒരു ട്രാൻസ്പെറൻറ്റ് ആയതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണ്. എല്ലാവരോടും എല്ലാം തുറന്ന മനസ്സോടെ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്നും ആരോടും ഒന്നും തന്നെ ഒളിച്ചു വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുവഴിയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് എന്ന് കാണുന്നു. പല കാര്യങ്ങളും നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നതും കൂടാതെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയും ഉണ്ട് എന്ന് കാണുന്നു. മറ്റുള്ളവർ നിങ്ങളെ വിധിക്കുന്നത് കേട്ടാണ് നിങ്ങൾ വിഷമിക്കുന്നത് എന്നും കാണുന്നു. സ്വയം നിങ്ങളെ തിരിച്ചറിയണം എന്നാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങളുടെ വില നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വിഡ്ഢിവേഷം കെട്ടി ആടേണ്ടവർ അല്ല നിങ്ങൾ എന്ന് സ്വയം മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ആത്മീയ ഉണർവിൻ്റെ പാതയിലാണ് ഇപ്പോൾ പോകുന്നത്. നിങ്ങൾ വളരെയധികം കഴിവും സ്കില്ലുമുള്ള വ്യക്തിയാണെന്ന് കാണുന്നു. നിങ്ങൾ സ്വയം മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ആണ് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി. നിങ്ങളുടെ സാധ്യതകളെ നിങ്ങൾ ഉപയോഗിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സ്വയം നിങ്ങളുടെ എനർജിയെ തടഞ്ഞു നിർത്തുന്നു. ഒരു മാജിക് തന്നെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന് കാണുന്നു. നിങ്ങളുടെ കയ്യിലുള്ള സാധ്യതകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഫ്യൂച്ചറിൽ ജീവിതത്തിലെ പുതിയ തുടക്കങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നും നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കാതെ കൂടുതൽ ഉത്സാഹത്തോടെയും സാഹസികതയോടെയും കാര്യങ്ങളെ വളരെ ദീർഘവീക്ഷണത്തോടെയും കണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ നിഷ്കളങ്കത ജീവിതത്തെ മാറ്റിമറിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ സ്വപ്നം കാണുന്ന മാന്ത്രിക കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. 3 കാർഡുകളും മേജർ ആർക്കാന കാർഡുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ആത്മീയ പാതയിലാണെന്നും ഇത് ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ട ഒരു പാതയാണ്. ചില കാര്യങ്ങൾ യൂണിവേഴ്സ് നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആ കാര്യങ്ങൾ കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ലത് വരുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്. നന്ദി, നമസ്കാരം.